ചെറുക്കന്റെ കല്യാണത്തിന് നമ്മളോട് ഒരു 9-9:45 അവിടെ എത്താൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നത് 9. ബംഗാളിയാന്നൊന്നും വിചാരിക്കണ്ട, ദീദിന്റെ മോനെ ആശയാണ് വെറുപ്പിക്കൽ. ചെക്കനാണ് പാവാണ്, പക്ഷെ കുറച്ച് പൊട്ടിത്തെറുപ്പ് കൂടുതലാണ്. അങ്ങനെ പിന്നെ ഓനോട് പോയറിനു ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഓന അവിടെ വണ്ടിയും കാത്ത് ഹെൽമെറ്റ് കൊണ്ടാണെങ്കിലോ മനുഷ്യന്റെ കണ്ണും കാണില്ല. കാരണം എന്താണെന്ന് അറിയോ, ബാക്കിൽ ഞാൻ ഇറക്കി കുത്തിവെച്ചിന് ഊരിച്ചാ മതി. അപ്പന്റെ മേലക്കുള്ള നോട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവിടെ വേറെ തോന്നുന്നു. പക്ഷെ വേറെ ഒന്നും ഇല്ല, ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഓളാണെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മേലക്കാൻ നോക്കണം. ഈ ചില ബസ്സുകാരെ വെറുത്ത് കണ്ടാ തോന്നുന്നു ഈ റോഡ് കംപ്ലീറ്റ് ഓർക്കാണ്ട് എഴുതിയിട്ട പോലെ തന്നെ. ഓര് വരുമ്പോ നമ്മള് മാറി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ട് ഓരോരു പോക്ക് പോകും. പിന്നെ നമ്മളെ ജീവിതമല്ലേ, വാശി കളിക്കാൻ പറ്റൂലല്ലോ. മാറിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഓരോ നമ്മളെയും കൊണ്ട് പോവേണ്ടാവുള്ളൂ. പിന്നെ അതിനേക്കാൾ നല്ല മാറിക്കണം. അങ്ങനെ വേണ്ടി ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം എനിക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളോട് 9:30 എത്താൻ പറഞ്ഞ ആളാണ് ഇപ്പൊ മാറ്റാണ്ടിരിക്കണേ. പോയപ്പോ തന്നെ ഞങ്ങൾക്ക് നല്ല മാംഗോ ജ്യൂസ് കിട്ടി. നമ്മളെ ചില്ലറക്കാരനൊന്നുമല്ല, മൂപ്പർക്ക് കിട്ടിയ ഒരുപാട് അവാർഡുകളുണ്ട് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ബ്രോക്കുട്ടം പിന്നെ ഒന്നിനും വെറുതെ വിടൂലല്ലോ, ആ പൂവിനെ പോലും വെറുതെ വിടൂല. ഇനി അവിടെ ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ പിന്നെ എല്ലാരും വന്നതിന് ശേഷമുള്ള സ്ഥിരം പരിപാടി തുടങ്ങി. എന്താ ഡയലോഗ് അടിയേ. അങ്ങനെ പിന്നെ പിയാപ്പിള എല്ലാരോടും ബൈ പറഞ്ഞതിന് ശേഷം മൂപ്പര് ആദ്യം അങ്ങോട്ട് ഇറങ്ങി. അതിനുശേഷം ഞങ്ങളും പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുമ്പോ എല്ലാരും കണ്ണിലുണ്ടിയായ തൊട്ടിൽക്കാരുണ്ടായിരുന്നു അവിടെ. അതുപോലെ പിന്നെ പാട്ടുകാരായ ബാസ്ബീറ്റും ബാസ്ദോയും. ഒരു നീണ്ട ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. അങ്ങനെ പിന്നെ നിക്കാഹ് പരിപാടി അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് പിയോട്ടി വന്ന് സ്റ്റേജ് മേലേക്ക്. പിന്നെ ഫൈജുക്കാരന്. പിന്നെ അടുത്ത ആള് ആരായപ്പ. ഈ കുട്ടിയാണെങ്കിലോ മിസ്റ്റർ കേപ്പിനെ കണ്ടിട്ട് കൊമ്പങ്കാട്ട് പോയെന്ന് പറഞ്ഞു ഓനവിടെ പിടിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞമ്മക്ക് ഒന്നും വേണ്ടിയല്ലോ. അങ്ങനെ പിന്നെ ഫുഡ് എത്തി. ഇനി ഞങ്ങൾക്ക് ഒരു അറ്റാക്ക് ആണല്ലോ. അങ്ങനെ പിന്നെ യൗപ്പിയും വന്നിട്ടോ തിന്നാന്. തിന്നുമ്പോ പോലെ ആരും വെറുതെ വിടൂല. ഓക്കെ നാശം ഷാബാസും അർഷാദക്ക് പോയി വേഗം കേക്ക് എടുത്തു. പക്ഷെ എല്ലാവർക്കും ഇത് വിതരണം ചെയ്ത്, കാരണം അത്രക്ക് ടേസ്റ്റി ആണ്. മൂപ്പര് പറയാണ് എനിക്ക് ഭയങ്കര ജാടായിക്കുന്നു, പക്ഷെ എനിക്കൊരു ജാടില്ല. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ബീവി വരുന്നത്. അങ്ങനെ പിന്നെ ബീവിനോട് പോയി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്ന്. പിന്നെ നബ്ബർ യാസ്കനെ വിളിച്ച് ചായ കുടിക്കാൻ പൈസ സോപ്പിടണം. എന്താ ഉടായിപ്പേ. അങ്ങനെ തന്നെ വരുന്ന ഒരു കട കണ്ടപ്പോ അവിടെ നിർത്തി. ഞാൻ കുടിച്ചിരുന്നത് സോഡയാണ്. എനിക്ക് സർവത്ത് ഇഷ്ടമല്ല. ഓള് സർവത്തും കുടിച്ച് സോഡ എനിക്ക് വലിയ ഇഷ്ടമൊന്നല്ല. എന്നാലും അതങ്ങോട്ട് കുടിച്ചിട്ട് മുഖത്തുള്ള എക്സ്പ്രഷൻ കണ്ടാ മനസ്സിലാവും. ഞങ്ങള് വീട്ടിലേക്ക് വരുമ്പോ ഒരു പൂമ്പാറ്റ ഞങ്ങളോട് ലിഫ്റ്റ് ചോദിച്ചു. അപ്പൊ പിന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു സ്റ്റോപ്പ് വരല്ലേ. അത് അവിടെ എത്തിയപ്പാണെങ്കിലും പറന്നു പോവുകയും ചെയ്തു. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.